അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയ ശ്രോതാക്കളെ, ഒരു ഗ്രാമീണ അറബിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ റബ്ബിനെ മനസ്സിലാക്കിയത് എന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി നൽകി, ഇന്നൽ ബഅറത തദുല്ലു അലൽ ബഈർ. ഒട്ടകക്കാഷ്ടം ഒട്ടകത്തെ അറിയിക്കുന്നു. വ ആഥാറുസൈരി തദുല്ലു അലൽ മസീർ. കാൽപ്പാടുകൾ യാത്രാ സംഘത്തെ അറിയിക്കുന്നു. ഫസമാഉൻ ദാത്തു അബ്രാജിൻ വ അർളുൻ ദാത്തു ഫിജാജിൻ വ ബിഹാറുൻ ദാത്തു അംബാജിൻ. അങ്ങനെയെങ്കിൽ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശവും സഞ്ചാരപാതകളുള്ള ഭൂമിയും തിരമാലകളുള്ള സമുദ്രവും അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയും ദയാലുവുമായ അള്ളാഹുവിനെ അറിയിക്കുന്നില്ലേ? എത്ര വ്യക്തമായ ലളിതമായ മറുപടിയാണ് ഗ്രാമീണ അറബി നൽകിയത് എന്ന് ചിന്തിച്ചു നോക്കൂ. അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് നടിച്ച് ധിക്കാരിയായി ജീവിച്ച ഫിർഔനിൻ്റെ അരികിലേക്ക് യഥാർത്ഥ റബ്ബിനെ പരിചയപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാം ചെന്നപ്പോൾ ഫിർഔൻ ചോദിച്ചു, നീ പറയുന്ന റബ്ബ് ആരാണ് എന്ന്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന് നൽകിയ മറുപടി, റബ്ബുനല്ലദീ അഅ്ത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്നായിരുന്നു. ഏതൊരു സൃഷ്ടിക്കും അതിൻ്റേതായ സൃഷ്ടിഘടന നൽകി മാർഗദർശനം കാണിച്ചവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന്. പക്ഷെ ഫിർഔൻ അത് ഉൾക്കൊണ്ടില്ല. അവൻ ധിക്കാരിയായി തുടർന്നു. എന്നാൽ മരണസമയത്ത് അവന് ബോധ്യമായി യഥാർത്ഥ റബ്ബ് ആരാണെന്ന്. സൂറത്തു യൂനുസിലെ 90-ാം വചനത്തിൽ ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാറായ സമയം പ്രഖ്യാപിച്ചത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അവൻ പ്രഖ്യാപിച്ചത്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനൂ ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. ഇസ്രായേൽ സന്തതികൾ ഏതൊരു ആരാധ്യനിൽ വിശ്വസിക്കുന്നുവോ അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവന് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മരണസമയത്തെ വിശ്വാസ പ്രഖ്യാപനം അവന് ഉപകരിച്ചില്ല. ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും ലളിതമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് തൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ വിശേഷണത്തിന് ഈ പ്രപഞ്ചത്തിൽ മറ്റാരും അർഹരല്ല. അതിനർഹത അള്ളാഹുവിന് മാത്രമാണ്. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നു. മരണശേഷം മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരു യഥാർത്ഥ വിശ്വാസി റബ്ബി അല്ലാ എന്ന് മറുപടി നൽകും. റബ്ബിനെ അറിഞ്ഞ ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം, ഹുവല്ലദീ റബ്ബാനി, അവനാണ് എന്നെ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ. വ ഇലാ ദറജാത്തിൽ ഖൈരി റക്കാനി, നന്മയുടെ പദവികളിലേക്ക് എന്നെ ഉയർത്തിയവൻ അവനാണ്. വമിനൽ ആഫാത്തി വക്കാനി, എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ കാക്കുന്നവൻ അവനാണ്. വ അഅ്താനി നിഅമൻ ലാ ഹദ്ദ ലഹാ വലാ ഹസ്റ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയവനാണ് ആ അള്ളാഹു. ഹുവ മഅബൂദി ലൈസലി മഅബൂദുൻ സിവാഹു, അവൻ മാത്രമാണ് എൻ്റെ ആരാധ്യൻ, അവനല്ലാതെ മറ്റു ആരാധ്യർ എനിക്കില്ല. ഈ റബ്ബിനെ ബോധ്യപ്പെടാൻ നമ്മുടെ ശരീരങ്ങളിലും ഈ പ്രപഞ്ചത്തിലും ഒട്ടേറെ തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകളിലൂടെ ആ റബ്ബിനെ അറിയുക, അവനിൽ വിശ്വസിക്കുക, അവൻ കൽപ്പിച്ച പോലെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു അവനിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.